ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ റെഫറൻസ് മെറ്റീരിയലാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം എൻ്റെ ജീവിതത്തിനോട് എനിക്ക് എപ്പോഴും ഈശോനെ ചേർത്ത് നിർത്താൻ പറ്റാറുണ്ട്. അത് നമ്മളിപ്പോൾ ബൈബിളിലെ കഥകളിലൂടെ ആണെങ്കിൽ എപ്പോഴും കേട്ടിട്ടുള്ള 3 കാര്യങ്ങളാണ് എനിക്ക് എപ്പോഴും ഈശോ എന്നെ പ്രിയപ്പെട്ടതാക്കുന്നത്. 3 കാര്യങ്ങൾ ഇതാണ്. 99 ആടുകൾ എപ്പോഴും കൂടെ ഉണ്ടായിട്ടും കൂട്ടം തെറ്റിപ്പോയ ഒരു ആടിന് വേണ്ടി ഈശോ പുറകെ പോകുന്നുണ്ട്. ആ ഒരു ആടിൻ്റെ വില അല്ലെങ്കിൽ ആ ഒരു ആടിനെ തിരികെ തൻ്റെ കൂട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല ഇടയൻ്റെ ഒരു ഗുണം ഈശോ എപ്പോഴും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത്, പാപിനിയായ സ്ത്രീയെ യഹൂദർ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈശോ തൻ്റെ കരുണയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേലിൽ പാപം ചെയ്യരുതെന്നും അവളോട് പറഞ്ഞു. മൂന്നാമത്തേത്, ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത രീതി. ഈശോയ്ക്ക് വേണമെങ്കിൽ ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 12 പേരെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള 12 പേരെ തിരഞ്ഞെടുത്ത് തന്നെ അവരെ ലോകത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രഗത്ഭരായവരുടെ കൂട്ടത്തിലേക്ക് ഈശോ എത്തിച്ചു. ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഈശോ എൻ്റെ റെഫറൻസ് ബുക്കാണെന്ന് പറയാൻ കാര്യം. ഈ ഒരു 3 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ക്രിസ്തുവായിട്ട് ജീവിക്കാൻ സാധിക്കും.